ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് NIOS +2 പൊളിറ്റിക്സിലെ 9ാമത്തെ ചാപ്റ്ററാണ്. 9ാമത്തെ ചാപ്റ്റർ വരുന്നത് എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തരാവസ്ഥ എന്നുള്ളതാണ് ചാപ്റ്റർ വരുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് എമർജൻസീസ്? ഇന്ത്യൻ ഭരണഘടനയിലെ 3 തരം അടിയന്തരാവസ്ഥകൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അത് ഏതെല്ലാമാണ്? അതിൻ്റെ ആൻസർ നോക്കാം. ഒന്നാമത്തത് ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ. രണ്ടാമത്തത് സംസ്ഥാനങ്ങളിലെ ഭരണഘടനാ തകർച്ചയെ തുടർന്നുണ്ടാകുന്ന അടിയന്തരാവസ്ഥ. മൂന്നാമത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അടിയന്തരാവസ്ഥകൾ. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് എമർജൻസി പ്രൊവിഷൻസ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 18ാം ഭാഗത്തിൽ 3 തരം അടിയന്തരാവസ്ഥകളെ കുറിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 18ാം ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈംസ് നാഷൻസ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352 ഹാസ് ബീൻ ഡിക്ലെയർഡ്? ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ എത്ര തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? അതിൻ്റെ ആൻസർ 352ാം വകുപ്പ് അനുസരിച്ച് 3 തവണയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വർഷങ്ങൾ 1962, 1971, 1975 ഈ വർഷങ്ങളിലാണ് ദേശീയ അടിസ്ഥാനത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ഡൺ വെൻ ഫിനാൻഷ്യൽ എമർജൻസി ഈസ് ഡിക്ലെയർഡ്? രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മൾ 3 അടിയന്തരാവസ്ഥയുണ്ട്. അതിലൊന്നാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക? ഇവിടെ രാജ്യം സാമ്പത്തിക ഭീഷണി അനുഭവിക്കുമ്പോൾ രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ശേഷം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അതുപോലെ തന്നെ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളത്തിലും മറ്റ് അലവൻസുകളിലും കുറവ് വരുത്തുകയും ചെയ്യുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെയും ജഡ്ജിമാരുടെയും അവരുടെയൊക്കെ ശമ്പളത്തിലും മറ്റുള്ള അലവൻസുകൾ, ആനുകൂല്യങ്ങൾ അതിലൊക്കെ കുറവ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യനാണ്. ഹൂ പ്രൊക്ലമേഡ് എമർജൻസി പ്രൊവിഷൻ ഇൻ എ സ്റ്റേറ്റ്? ആരാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ആരാണ്? അതിൻ്റെ ആൻസർ കേന്ദ്ര മന്ത്രിസഭയുടെ എഴുതി നൽകിയ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അത് കേന്ദ്ര മന്ത്രിസഭ എഴുതി നൽകിയ നിർദ്ദേശപ്രകാരമായിരിക്കും രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യനാണ്. ഹൂ ക്യാൻ അഡ്വൈസ് ഫോർ ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഡ്യൂ ടു ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ എ സ്റ്റേറ്റ്? ഇവിടെ സംസ്ഥാനങ്ങളിൽ ഭരണഘടനാ തകർച്ചയോടനുബന്ധിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശം ആരാണ് കൊടുക്കുന്നത്? സംസ്ഥാനങ്ങളിലെ ഭരണഘടനയുടെ അടിയന്തരാവസ്ഥ ആരാണ് നൽകുന്നത്? അതിൻ്റെ ആൻസർ നോക്കൂ. ഗവർണറാണ് സംസ്ഥാനങ്ങളിലെ ഭരണഘടനാ തകർച്ച തുടർന്നുണ്ടാകുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഗവർണറാണ്. 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഗവർണറാണ് സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഈ അടിയന്തരാവസ്ഥയിലെ അധികാരങ്ങളാണ് ഇനി പറയുന്നത്. അടിയന്തരാവസ്ഥ നേരിടുന്നതിന് ഭരണഘടന ചില പ്രത്യേക അധികാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഭരണഘടനയുടെ 18ാം ഭാഗം അടിയന്തരാവസ്ഥക്കുള്ള
വ്യവസ്ഥകൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഭരണഘടന 3 തരം അടിയന്തരാവസ്ഥകളാണ് പ്രധാനമായിട്ടും വിഭാവനം ചെയ്യുന്നത്. 3 തരത്തിലുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം യുദ്ധം, വിദേശീയ ആക്രമണം, ആഭ്യന്തര സായുധ കലാപം എന്നിവയാൽ ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥയാണ് ഒന്നാമത്തത്. യുദ്ധം, വിദേശീയ ആക്രമണം, മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുക. പ്രധാനമായിട്ടും പാകിസ്ഥാനിൽ നിന്നൊക്കെ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ആക്രമണമൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യയിൽ വിദേശീയരുടെ ആക്രമണം കാരണമായിട്ടൊക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരും. ഇനി ആഭ്യന്തര സായുധ കലാപം. ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് തന്നെ ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുക. ആ ഒരു അവസ്ഥയും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ശ്രീലങ്കയിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ പലതവണയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം യുദ്ധം, വിദേശീയ ആക്രമണം, ആഭ്യന്തര സായുധ കലാപം, ഈ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സംസ്ഥാനങ്ങളിലെ ഭരണഘടനാ തകർച്ചയെ തുടർന്നുണ്ടാകുന്ന അടിയന്തരാവസ്ഥ. ഓരോ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ പരാജയപ്പെട്ട് കഴിഞ്ഞാലുണ്ടാകുന്ന അടിയന്തരാവസ്ഥയാണ് സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥ. ഇനി മൂന്നാമത്തത് സാമ്പത്തിക കുഴപ്പം കൊണ്ടുണ്ടാകുന്ന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും 3 അടിയന്തരാവസ്ഥകൾ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമർജൻസി. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ കുറിച്ച് വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ നോക്കുക. ഒന്നാമത്തത് പൊതു അടിയന്തരാവസ്ഥ, ജനറൽ എമർജൻസി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഒന്നാമത്തെ കാര്യം യുദ്ധം, വിദേശീയ ആക്രമണം, ആഭ്യന്തര സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാലാണ് ഈ സാഹചര്യത്തിലുള്ള അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതാണ് പൊതു അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സമയത്ത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം, 32ാം ആർട്ടിക്കിൾ പ്രകാരം പ്രസിഡന്റിന് പൊതു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പൊതു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരായിരിക്കും? പ്രസിഡന്റാണ് പൊതു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 32 ആർട്ടിക്കിൾ പ്രകാരമാണ് അദ്ദേഹത്തിന് ഈ ഒരു അധികാരം ലഭിച്ചിട്ടുള്ളത്. യുദ്ധമോ കലാപമോ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിളംബരം കൊണ്ടുവരുവാനുള്ള അധികാരം അദ്ദേഹത്തിന് ഉണ്ട്. അപ്പോൾ യുദ്ധത്തിലേക്കുള്ള സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യാം? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അതിന് 1 മാസത്തെ പ്രാബല്യം ഉണ്ടായിരിക്കും. അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് സ്വമേധയാ 1 മാസമാണ് അതിൻ്റെ കാലാവധി ഉണ്ടാകും. സ്വമേധയാ 1 മാസം അതിന് ഉണ്ടാകുന്നതാണ്. ഇനി പാർലമെൻറ്റിൻ്റെ 2 സഭകളും ഹാജരായി വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭൂരിപക്ഷത്തിൻ്റെയും മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണയോടെ അംഗീകരിക്കുകയാണെങ്കിൽ ഈ കാലാവധി നീട്ടാവുന്നതാണ്. ഇനി പാർലമെൻറ്റിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും അടിയന്തരാവസ്ഥ 2/3 ഭാഗം, അതായത് മൊത്തം ആളുകളുടെ ഹാജരായവരുടെ 2/3 ഭാഗം ആളുകളും അനുകൂലിക്കുകയാണെങ്കിൽ 1 മാസത്തിനേക്കാൾ വീണ്ടും ഈ കാലാവധി നീട്ടുവാൻ സാധിക്കുന്നതാണ്. ഇനി ഈ കാര്യങ്ങൾ മന്ത്രിസഭ എഴുതിക്കൊടുത്ത ഉപദേശം പ്രകാരം മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. പ്രസിഡന്റിന് പെട്ടെന്ന് അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സാധ്യമല്ല. അതിനെന്ത് വേണം? മന്ത്രിസഭ അടിയന്തരാവസ്ഥയുടെ സാഹചര്യം എഴുതി കൊടുക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ്, വ്യത്യസ്ത കാരണങ്ങളിൽ വ്യത്യസ്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ചില പ്രത്യേകമാക്കപ്പെട്ട സാഹചര്യത്തിലാണെങ്കിൽ, അതായത് വ്യത്യസ്ത രീതിയിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപനങ്ങൾ നടത്തുവാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട്. ഇനി ഇന്ത്യക്ക് മുഴുവൻ ബാധകമാകുന്ന വിധത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് മാത്രം ബാധകമാകുന്ന വിധത്തിലോ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താവുന്നതാണ്.
ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ആദ്യ സമയങ്ങളിലൊക്കെ കാശ്മീർ വളരെ ഒരു യുദ്ധ സഹജമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇന്ത്യ മൊത്തം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ കാശ്മീരിൽ മാത്രം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശങ്ങൾക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ടൊക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ്, പാർലമെന്റ് അംഗീകരിച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപനം 6 മാസത്തേക്ക് പ്രാബല്യത്തിലായിരിക്കും. പാർലമെന്റ് അംഗീകരിച്ച അടിയന്തരാവസ്ഥയാണെങ്കിൽ ആ പ്രഖ്യാപനം 6 മാസം വരെ അത് പ്രാബല്യത്തിൽ ഉണ്ടാകുന്നതാണ്. ഇനി വേണമെങ്കിൽ ഓരോ 6 മാസ കാലയളവിലും പാർലമെന്റിന്റെ അംഗീകാരത്തോടെ അതിൻ്റെ കാലാവധി പുതുക്കുവാനും സാധിക്കും. ഇനി ഇത് അടിയന്തരാവസ്ഥ നീട്ടണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടെ 6 മാസം എന്നുള്ളത് വീണ്ടും നീട്ടിക്കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ എത്ര കാലം വരെ അടിയന്തരാവസ്ഥ നിലനിൽക്കണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പാർലമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ അത് പ്രസിഡന്റ് പിൻവലിക്കുന്നതുവരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഒരു നിശ്ചിത കാലമൊന്നും ഇല്ല എങ്കിൽ പ്രസിഡന്റ് എപ്പോഴാണോ പിൻവലിക്കുന്നത് ആ സമയം വരെ അടിയന്തരാവസ്ഥ ആ കാലം നീണ്ടുപോകുന്നതാണ്. ഇന്ത്യയിൽ 1962, 1971, 1975 ഈ വർഷങ്ങളിൽ ദേശീയ അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പൊതു അടിയന്തരാവസ്ഥ എന്നുള്ളതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് നാഷണൽ ഓർ ജനറൽ എമർജൻസി? ദേശീയ പൊതു അടിയന്തരാവസ്ഥയുടെ ഫലങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നമ്മൾ പൊതു അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഈ അടിയന്തരാവസ്ഥയുടെ ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഇവിടെ അതിൻ്റെ ആൻസർ നോക്കൂ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തോടെ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം അത് മാറി ഒരു ഏകായത്ത സംവിധാനമായി മാറുന്നതാണ്. അതായത് പരിപൂർണമായിട്ടുള്ള അധികാരം പ്രസിഡന്റിലേക്ക് ഒതുങ്ങുന്ന രീതിയിലേക്ക്, അതായത് സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ അധികാരം ഇല്ലാതെയാവുകയും ഒരു ഏകായത്ത സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്യുന്നതാണ്. അടിയന്തരാവസ്ഥ വേളയിൽ എക്സിക്യൂട്ടീവ് അധികാരം എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാന സർക്കാരിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരായിരിക്കും? കേന്ദ്ര സർക്കാരിനാണ് അതിനുള്ള അധികാരം ഉണ്ടായിരിക്കുക. ഏത് വിഷയത്തെക്കുറിച്ചും നിയമനിർമ്മാണം നടത്തുന്നതിനും സംസ്ഥാന പട്ടികയിൽപ്പെട്ട വിഷയങ്ങളടക്കം ഏത് വിഷയത്തിന്മേലും നിയമം നിർമ്മിക്കുന്നതിനും നികുതി ചുമത്തുന്നതിനുമുള്ള അധികാരം പാർലമെന്റിനാണ് ഉണ്ടായിരിക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കാര്യങ്ങളിൽ പ്രധാനമായിട്ടും അത് സംസ്ഥാന സർക്കാരിൻ്റെ വിഷയമായിട്ട് അത് റിസർവ് ചെയ്ത് കൊടുത്തതാണെങ്കിൽ പോലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന പട്ടികയിൽപ്പെട്ട വിഷയങ്ങളടക്കം ഏത് വിഷയത്തിലും നിയമം നിർമ്മിക്കുന്നതിനും പിന്നെ ആ സംസ്ഥാനത്തിൻ്റെ മേലുള്ള ടാക്സ് നികുതി ചുമത്തുന്ന അധികാരങ്ങളെല്ലാം അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റിനാണ് ഉണ്ടായിരിക്കുക. എല്ലാ സംസ്ഥാനങ്ങളെയും വിദേശാക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര കുഴപ്പങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതും സംസ്ഥാന ഗവൺമെൻറ് ഭരണഘടന അനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതും കേന്ദ്ര സർക്കാരിൻ്റെ കടമയാണ്. അതായത് ഈ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തുണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അതുപോലെ ഗവൺമെൻറ് ഭരണഘടന അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതലയും കേന്ദ്ര സർക്കാരിനാണ് ഉള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഭരണഘടനയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് പൗരന്മാർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുന്നത്
താൽക്കാലികമായി നിർത്തിവെക്കാൻ പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും പരിപൂർണമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങളാണ്. ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ട അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. പക്ഷേ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ മൗലിക അവകാശങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ കേസ് കൊടുക്കുവാനോ ഹൈക്കോടതിയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള കോടതിയുമായിട്ട് ബന്ധപ്പെടുവാനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പൗരന്മാർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുവാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ടായിരിക്കുന്നതാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ അനുഭവിക്കുന്നത് നിർത്തിവെക്കുവാൻ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് കൂടുതൽ മൗലിക അവകാശത്തിനേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ള അടിയന്തര കാലഘട്ടത്തിലെ സുരക്ഷയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നർത്ഥം. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി കോടതിയിൽ പോകുന്നതിനുള്ള അവകാശം നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവും പുറപ്പെടുവിക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഇനി ആരെങ്കിലും മൗലികാവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കരുത് എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം വരെ പ്രസിഡന്റിന് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലിക അവകാശങ്ങൾക്കുള്ള പ്രാധാന്യം കുറവായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അടിയന്തരാവസ്ഥയുടെ ഫലങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫൈൻ എമർജൻസി ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറി ഇൻ എ സ്റ്റേറ്റ്. സംസ്ഥാനത്തെ ഭരണ തകർച്ചയെ തുടർന്ന് അനുബന്ധിച്ചുണ്ടാകുന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുക. ഇനി സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ അല്ലെങ്കിൽ സംസ്ഥാന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൻ്റെ ആൻസർ നോക്കൂ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 356 അനുസരിച്ച് സംസ്ഥാന ഗവർണർ നൽകിയ റിപ്പോർട്ട് പ്രകാരമോ മറ്റു വിധത്തിലോ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുവാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിട്ടുണ്ടെന്ന് കണ്ടാലാണ് പ്രസിഡന്റ് ആ സംസ്ഥാനത്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഗവർണറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സംസ്ഥാനത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പ്രത്യേകമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വിഷയം പ്രസിഡന്റിനെ അറിയിക്കുകയും ആ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇനി ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ തിരിച്ചുവിടുകയും സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങൾ പൂർണ്ണമായിട്ട് പ്രസിഡന്റ് ഏറ്റെടുക്കുകയും ചെയ്യും. അതായത് കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിയാണ് ഭരണം നടത്തുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ മുഖ്യമന്ത്രിയുടെ അധികാരം അവിടെ മരവിപ്പിക്കുകയും പ്രസിഡന്റിനാണ് പിന്നീട് അധികാരം ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഭരണ ചുമതല സംസ്ഥാന ഗവർണറെയോ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയെയോ, ഒന്നുകിൽ സംസ്ഥാന ഗവർണറെയോ അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയല്ലാത്ത മറ്റേതെങ്കിലും സംവിധാനത്തെയോ ഏൽപ്പിക്കാവുന്നതാണ്. നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലി ഉണ്ടല്ലോ, അതായത് മന്ത്രിസഭ, അവരല്ലാത്ത മറ്റേതെങ്കിലും സംവിധാനത്തിന് ഏൽപ്പിക്കാൻ പറ്റും. അതായത് ഒന്നുകിൽ പ്രസിഡന്റിന് നേരിട്ട് ഭരിക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന ഗവർണർക്ക് അധികാരം നൽകാം. ഇനി ഇവർ രണ്ടാളുമല്ലാത്ത ഇവിടുത്തെ പ്രത്യേകമാക്കപ്പെട്ട ഏതെങ്കിലും ജനറലിനോ മറ്റ് കമ്മീഷണർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അധികാരങ്ങൾ നൽകുവാൻ പറ്റുന്നതാണ്.
ഇനി സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ പാർലമെന്റ് കൈകാര്യം ചെയ്യുമെന്ന് പ്രസിഡന്റിന് വിജ്ഞാപനം ഇറക്കുവാൻ സാധിക്കും. അതായത് നിലവിൽ ഇപ്പോൾ ആ സംസ്ഥാനത്തുണ്ടാകുന്ന അസംബ്ലി, അതായത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം ഇനി നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരായിരിക്കും? പാർലമെന്റ് ആയിരിക്കും. അതിനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട്. അങ്ങനെ വിജ്ഞാപനം ഇറക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിന് വിജ്ഞാപനം ഇറക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി സംസ്ഥാന നിയമനിർമ്മാണ സഭ മരവിപ്പിച്ചു നിർത്തുകയോ പിരിച്ചുവിടുകയോ ചെയ്യാം. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇനി കേരളത്തിലോ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തുണ്ടാകുന്ന നിയമസഭകൾക്ക് പുതിയ നിയമങ്ങളൊന്നും ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. അതിനെ മരവിപ്പിക്കുക. അതായത് ഇനി അവർക്ക് എന്തുണ്ടായിരിക്കുകയില്ല? അടിയന്തരാവസ്ഥ മാറുന്നതുവരെ അധികാരങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഒന്നുകിൽ അവിടെ മരവിപ്പിച്ചു നിർത്താം, അല്ലെങ്കിൽ ആ മന്ത്രിസഭയെ അല്ലെങ്കിൽ നിയമസഭയെ പിരിച്ചുവിടുകയും ചെയ്യാവുന്നതാണ്. ഇനി ആർട്ടിക്കിൾ 356 പ്രകാരം പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥക്ക് 2 മാസത്തെ പ്രാബല്യം ഉണ്ടായിരിക്കും. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി എത്രയാണ്? 2 മാസമാണ് ഉണ്ടായിരിക്കുക. 2 മാസത്തിനുള്ളിൽ പാർലമെന്റ് അത് അംഗീകരിച്ചിരിക്കണം. ഒരിക്കൽ അംഗീകരിക്കപ്പെട്ടാൽ പിന്നീട് അതിന് 6 മാസക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും. ഇനി 2 മാസത്തിനുള്ളിൽ പാർലമെന്റ് അത് അടിയന്തരാവസ്ഥ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് 6 മാസം വരെയൊക്കെ എന്ത് ചെയ്യും? നീണ്ടുപോകുന്നതാണ്, പ്രാബല്യം വരും. ഇനി 6 മാസത്തിനുള്ളിൽ പ്രമേയം വഴി കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടുവാൻ പാർലമെന്റിന് കഴിയുന്നതാണ്. അപ്പോൾ ആദ്യം 2 മാസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി 2 മാസം. പാർലമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ അത് 6 മാസം വരെ നീട്ടാം. ഇനി വീണ്ടും വേണമെങ്കിൽ 6 മാസം വരെ വീണ്ടും നീട്ടുവാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും 3 വർഷത്തിൽ കൂടുതൽ ദീർഘിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഇനി എന്തെങ്കിലും പ്രത്യേകമാക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നീട്ടി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. പരമാവധി 3 വർഷത്തിൽ കൂടുതൽ അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. ഭരണഘടനയുടെ 44-ാം ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 356 അനുസരിച്ചുള്ള അടിയന്തരാവസ്ഥ 2 സാഹചര്യങ്ങളിൽ, അതായത് 1 വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് ദീർഘിപ്പിക്കാം. 2 സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അടിയന്തരാവസ്ഥ 1 വർഷത്തിൽ കൂടുതൽ കാലത്തേക്ക് ദീർഘിപ്പിക്കുവാൻ പറ്റുന്നതാണ്. അതിലൊന്നാമത്തത് ദേശീയ അടിയന്തരാവസ്ഥ നിലവിലിരിക്കുക. ദേശീയ അടിയന്തരാവസ്ഥ നിലവിലിരിക്കുക. അതായത് ഒരു സംസ്ഥാനത്താണല്ലോ നമ്മൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതേസമയം തന്നെ രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ സംസ്ഥാനത്തിൻ്റെ അടിയന്തരാവസ്ഥ 1 വർഷം വരെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തൊരു കാര്യം, സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിയുകയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. അതായത് നിലവിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുവാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാലും 1 വർഷത്തേക്ക് അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. ഈ 2 സാഹചര്യത്തിലാണ് 1 വർഷം വരെ അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി? ഇനി നെക്സ്റ്റ് വരുന്നത് 3ാമത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. 3ാമത്തെ കാര്യം സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇവിടെ ആർട്ടിക്കിൾ 360 പ്രകാരമാണ് പ്രസിഡന്റിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നത്. ഒന്നുകിൽ ഇന്ത്യ മൊത്തമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയുടെയോ ഏതെങ്കിലും ഭാഗത്തെയോ സാമ്പത്തിക സുസ്ഥിരതക്ക് ഭീഷണിയാണെന്നോ സാമ്പത്തിക സ്ഥിതി അപകടത്തിലാണെന്നോ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പ്രസിഡന്റിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നതാണ്.
ആർട്ടിക്കിൾ 360 പ്രകാരമാണ് ഒന്നെങ്കിൽ ദേശീയ സാമ്പത്തിക അടിയന്തരാവസ്ഥ, രാജ്യം മൊത്തം സാമ്പത്തിക അടിയന്തരാവസ്ഥ പുറപ്പെടുവിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ടും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. പ്രഖ്യാപിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആയിരിക്കും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ കാലത്ത് സാമ്പത്തിക അച്ചടക്കത്തിന് സംസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പ്രസിഡന്റ് നിർദ്ദേശം നൽകുന്നതാണ്. അതിൽ വരുന്ന കാര്യങ്ങൾ, ഒന്നാമത്തത് സുപ്രീം കോടതിയിലെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും അലവൻസും വെട്ടിക്കുറക്കുന്നതിനും അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കും. അപ്പോൾ സാമ്പത്തികമായിട്ടാണല്ലോ ബുദ്ധിമുട്ട് നേരിടുന്നത്, അപ്പോഴാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സമയത്ത് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഹൈക്കോടതികളിലെ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ശമ്പളത്തിൽ കുറവ് വരുത്താം. മാത്രമല്ല അവർക്ക് നൽകുന്ന അലവൻസുകളൊക്കെ വെട്ടിക്കുറക്കുവാനുള്ള അധികാരം, അതിനുള്ള നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് നൽകുന്നതാണ്. ഇനി സംസ്ഥാന നിയമസഭ അംഗീകരിക്കുന്ന ധനവിനിയോഗ ബില്ലുകൾ തൻ്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കണമെന്നും പ്രസിഡന്റിന് ആവശ്യപ്പെടുവാൻ പറ്റുന്നതാണ്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് പണം ചെലവഴിക്കേണ്ടി വരുന്ന ഏതെങ്കിലും ബില്ലുകൾ അത് കൊണ്ടുവരികയാണെങ്കിൽ അത് പ്രസിഡന്റിനെ കാണിക്കുകയും പ്രസിഡന്റിൻ്റെ അംഗീകാരത്തോടു കൂടെ അത് പാസ്സാക്കുവാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ആവശ്യം പ്രസിഡന്റിന് മുന്നിൽ വെക്കാവുന്നതാണ്. ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് 2 മാസത്തിനുള്ളിൽ പാർലമെന്റിന്റെ അംഗീകാരം കിട്ടിയിരിക്കണം. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഇത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും പാർലമെന്റ് ഇത് അംഗീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി മറ്റൊരു പ്രഖ്യാപനത്തിലൂടെ ആദ്യ പ്രഖ്യാപനത്തിൽ മാറ്റം വരുത്തുന്നതിനോ അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യുന്നതിനോ പ്രസിഡന്റിന് അധികാരമുണ്ട്. ഇനി ഒരു തവണ പാർലമെന്റ് കൂടി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പാർലമെന്റ് കൂടെ ചേർന്നുകൊണ്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇല്ലാതെയാക്കുവാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപനം 2 മാസത്തിനകം പാർലമെന്റ് അംഗീകരിക്കണം. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപനം 2 മാസത്തിനകം അംഗീകരിക്കണം. ഇപ്പോൾ സാമ്പത്തിക സാഹചര്യങ്ങൾ പെട്ടെന്നൊന്നല്ലല്ലോ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ പാർലമെന്റ് ചേർന്ന് അടിയന്തരാവസ്ഥക്ക് വേണ്ട സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അത് ചർച്ച ചെയ്ത് പാസ്സാക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ കാര്യങ്ങളാണ് 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അടിയന്തരാവസ്ഥ എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.